സൂര്യചേട്ടല്ലേ? ചേട്ടൻ കടലിലെത്തുന്നതിന് മുമ്പ് നമുക്കവിടെ എത്തണം. കാര്യം ഒരു റീലെടുക്കാനുണ്ട് മോൾക്ക്. അല്ലാതെ ഞങ്ങൾ ഈ ബീച്ചിലൊക്കെ പോയിരുന്ന് കുശലം പറഞ്ഞിരിക്കുന്ന സ്വഭാവമൊന്നും പണ്ടേ ഇല്ല. ടൗണിലേക്ക് വരുന്നത് തന്നെ മിക്കവാറും എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പർച്ചേസിങ്. എനിക്ക് ഈ സൺറൈസും സൺസെറ്റും അത്ര വലിയ താല്പര്യമില്ല. ഒന്നാമത്തെ ഈ സൂര്യനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ എൻ്റെ മൈഗ്രെയിൻ കൂടും. പിന്നെ ഇപ്പം മൂപ്പരോട് എന്ത് കുശലം പറഞ്ഞുകൊണ്ടിരിക്കാനാണ്. ഈ ചേട്ടൻ എപ്പോഴാണോ ഇല്ലാത്തത് അപ്പോഴാണ് ഞാൻ കൂടുതൽ ആക്റ്റീവ് ആവുന്നതും ഹാപ്പി ആവുന്നതും. അതായത് മഴക്കാറ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. പിന്നെ അവിടുന്ന് റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത മെയിൻ നമ്മുടെ ഫുഡ് അടിയാണല്ലോ. അപ്പോൾ ഇതുവരെ ഞങ്ങൾ പോവാത്ത റൂട്ടിലൂടെയാണ് ഇന്ന് പോകുന്നത്. പല പ്രമുഖ വ്ളോഗേഴ്സിൻ്റെ റീൽസ് കണ്ടിട്ടാണ് എൻ്റെ കെട്ടിയോൻ ഈ കട കണ്ടുപിടിച്ചതും ഞങ്ങളിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നതും. കടയുടെ പേരാണ് ടർബൂഷ്. ഇവിടുത്തെ മെയിൻ ഐറ്റംസ് പ്ലാറ്റേഴ്സാണ്. മിക്സ് ഗ്രിൽ പ്ലാറ്ററും ഉണ്ട്, പിന്നെ ഏതോ ഒരു വലിയ പ്ലാറ്ററും ഉണ്ട്. എന്തായാലും രണ്ടിനും അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ്. പിന്നെ അത് അത്യാവശ്യം പേർക്ക് കഴിക്കാനും ഉണ്ട്. ഞങ്ങളാണെങ്കിൽ ആകെ 3 പേരേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ വലിയ പ്ലാറ്ററൊന്നും സെലക്ട് ചെയ്യേണ്ട, നമുക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു മട്ടൻ സുർബിയാനാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു ബാർബിക്യൂ ചിക്കനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, 1/4 പോർഷൻ. ഫുഡൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം ഇനിയുള്ള ഈ ടൈം അതാണ് ഏറെ മടുപ്പിക്കുന്നത്. ഏകദേശം ഒരു 1/2 hour ആയപ്പോഴത്തേക്കും സാധനങ്ങൾ എത്തി. മട്ടൻ സുർബിയാൻ 2 പീസാണ് ഉണ്ടായിരുന്നത്. റൈസ് ആണെങ്കിലോ കറക്റ്റ് ഒരാൾക്ക് കഴിക്കാനുള്ള പോർഷൻ മാത്രം. ടേസ്റ്റ് വൈസ് ആണെങ്കിൽ കൊള്ളായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ തന്തൂരി ചിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും അതെ ഒരു ഓക്കെ പ്രോഡക്റ്റ്. ഇവിടുത്തെ ഫുഡിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇവിടെയുള്ള എല്ലാ ഐറ്റംസും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു അറബിക് ടേസ്റ്റാണ്. അതായത് വലിയ മസാലകളോ കുത്തലുകളോ ഒന്നും ഇല്ലാതെ നോർമലായിട്ട് പക്ക ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു അറബിക് ടേസ്റ്റ്. എനിക്കാണെങ്കിൽ ഇത്തിരി എരിവും പൊളിയൊക്കെ വേണേ, അതുകൊണ്ട് ഞാനിത് അങ്ങനെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യും.